തൃശൂരിലെ ATM കൊള്ളയിൽ അറസ്റ്റിലായ പ്രതികളെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തമിഴ്നാട്ടിലെ കോടതിയിൽ നിന്ന് പ്രൊഡക്ഷൻ വാറണ്ടിലാണ് പ്രതികളെ കേരളത്തിലെത്തിച്ചത്. തൃശൂരിൽ 4ാമതൊരു ATM കൂടി കൊള്ളയടിക്കാൻ സംഘം ശ്രമിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. അതേസമയം സംഘത്തിന് ATM സ്ഥാപിക്കുന്ന ഉത്തരേന്ത്യയിലെ ചില ഏജൻസികളിലെ ജീവനക്കാരുടെ സഹായം ലഭിച്ചതായി തമിഴ്നാട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. രാജ്യത്തെ തന്നെ നടുക്കിയ ഹരിയാനയിലെ മേവാത് ഗ്യാങ്ങിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയവർ വരെ ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഹരിയാന പൽവാലിലെ മേവാത് കൊള്ള സംഘമായ ഇർഫാൻ, സബീർ ഖാൻ, സ്പീക്കർ ഖാൻ, മുഹമ്മദ് ഇക്രം, മുബാറക് എന്നിവരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തൃശൂർ CJM 5 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. ഷൊർണൂർ റോഡിലെ ATM കൊള്ളയിലാണ് കസ്റ്റഡി. ശനിയാഴ്ച ഇവിടെ തെളിവെടുപ്പ് നടക്കും. ഈ കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്ക് വിയ്യൂർ, ഇരിങ്ങാലക്കുട പോലീസ് പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. ഇതിനുശേഷമാകും കോലഴിയിലെ ATMലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMലും എത്തിച്ച് തെളിവെടുക്കുക. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. പ്രതികൾ സഞ്ചരിച്ച കണ്ടെയ്നർ ലോറിയിൽ നിന്നും ഈറോഡ് പോലീസ് കണ്ടെത്തിയ 68 ലക്ഷത്തോളം രൂപ തൃശൂരിലെ 3 ATMൽ നിന്ന് കൊള്ളയടിച്ച പണമാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ആകെ 7 പ്രതികളിൽ ലോറി ഡ്രൈവർ ജുമൈദീൻ ഹമീദിനെ തമിഴ്നാട് പോലീസ് നാമക്കലിലുണ്ടായ ഏറ്റുമുട്ടലിൽ വെടിവെച്ചു കൊലപ്പെടുത്തിയിരുന്നു. വെടിവെപ്പിൽ പരിക്കേറ്റ മറ്റൊരു പ്രതി അസർ അലിയുടെ ഒരു കാൽ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനിടെ തൃശൂരിൽ 4ാമതൊരു ATM കൂടി കൊള്ളയടിക്കാൻ സംഘം ശ്രമിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്ത് പണം കവർന്നത്. മാപ്രാണത്തെ ATM കൊള്ളയടിച്ച ശേഷം തൃശൂരിലേക്ക് വരുന്നതിനിടെയുള്ള ATMലാണ് കവർച്ചാശ്രമം നടത്തിയത്. വാഹനങ്ങളും ആൾപെരുമാറ്റവും ശ്രദ്ധയിൽപ്പെട്ടതോടെ കവർച്ചാശ്രമം ഉപേക്ഷിച്ച് തൃശൂരിലേക്ക് എത്തുകയായിരുന്നു. നായ്ക്കനാലും കോലഴിയിലും കൊള്ള നടത്തിയ ശേഷം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് താണിക്കുടം വഴിയാണ് ഹൈവേയിൽ കാത്തുനിന്ന ലോറിക്കടുത്ത് എത്തിയത്. മുഹമ്മദ് ഇക്രമായിരുന്നു കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ. മുമ്പും ATM കൊള്ളയടിച്ചിട്ടുള്ള ഇയാൾ 2 മാസം മുമ്പാണ് ജയിൽ മോചിതനായത്. ലോറിയുടെ ക്ലീനറായ 18-കാരൻ മുബാറക് ഒഴികെയുള്ളവർ സ്ഥിരം കുറ്റവാളികളാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ക്രിമിനൽ സ്വഭാവമുള്ള യുവാക്കളെ കണ്ടെത്തി പരിശീലിപ്പിച്ചാണ് മേവാത് സംഘം കവർച്ചയ്ക്ക് പദ്ധതിയിടുന്നത്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയവരും പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുമൊക്കെ സംഘത്തിലുണ്ട്. ഉപയോഗശൂന്യമായ ATM ലേലം വിളിച്ചെടുത്ത ശേഷം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു പരിശീലനം നേടിയ ശേഷമാണ് സംഘം മോഷണത്തിന് ഇറങ്ങുക. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ATM സ്ഥാപിക്കുന്ന ഉത്തരേന്ത്യയിലെ ചില ഏജൻസികളിലെ ജീവനക്കാരുടെ സഹായം കൊള്ളസംഘത്തിന് ലഭിച്ചതായി തമിഴ്നാട് പോലീസ് പറയുന്നു. ഹരിയാന പോലീസിന്റെ സഹായത്തോടെ പാൽവാൽ സ്വദേശികളായ ചിലരെ ചോദ്യം ചെയ്തു വരികയാണ്. ATM നിർമ്മിക്കുന്ന രാജസ്ഥാനിലെ ചില കമ്പനികളിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. News 18 തൃശൂർ.